ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ചു. ലെബനോനിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തെ തുടർന്നാണ് തീരുമാനം. ഹോർമുസ് തീരത്തേക്ക് ചരക്ക് കപ്പലുകൾ വരരുതെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. വിവരങ്ങളുമായി സുരേഷ് വെള്ളിമുറ്റം. സുരേഷ്, സമാധാനം വന്നെന്നായിരുന്നു നമ്മൾ കരുതിയത്, പക്ഷെ ഇപ്പോൾ വീണ്ടും ഹോർമുസ് അടച്ചു എന്ന വാർത്തകളാണല്ലോ വരുന്നത്. ശ്രീജ, തീർച്ചയായും സമാധാനത്തിന്റെ ഒരു പ്രതീക്ഷ തന്നെയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് വ്യക്തമാക്കുന്നതാണ് ഹോർമുസ് കടലിടുക്ക് അടച്ചിരിക്കുന്നു. അത് ശത്രുക്കളുടെ ഭാഗത്തു നിന്നും കരാർ ലംഘിക്കുന്ന വിധത്തിലുള്ള നടപടി ഉണ്ടായി, അതുകൊണ്ട് ഹോർമുസ് അടച്ചിരിക്കുന്നു എന്നാണ് റവല്യൂഷണറി ഗാർഡ് അറിയിക്കുന്നത്. പ്രത്യേകിച്ച് തെക്കൻ ലെബനോനിൽ അതിശക്തമായിട്ടുള്ള ആക്രമണം ഇസ്രായേൽ നടത്തുന്നുണ്ട്. ഏതാണ്ട് ഇതുവരെയുള്ള ആക്രമണങ്ങളിൽ 4000-ഓളം മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 80 കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. ഇസ്രായേൽ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തുമ്പോൾ ഇനി സമാധാനവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് റവല്യൂഷണറി ഗാർഡ് വ്യക്തമാക്കുന്നത്. ഇതിന്റെ ആദ്യ നടപടി എന്നോണമാണ് ഹോർമുസ് അടയ്ക്കുന്നത്. ഹോർമുസ് അടച്ചതിന് ശേഷം ഇനി എന്ത് എന്നുള്ളത് തുടർന്ന് തീരുമാനിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു നിർദ്ദേശം നൽകുന്നത് ചരക്ക് കപ്പലുകളോ ഇന്ധന ടാങ്കറുകളോ ഹോർമുസിലേക്ക് വരരുത്. അഥവാ ഏതെങ്കിലും ചരക്ക് കപ്പലോ ഇന്ധന ടാങ്കറോ വരുന്നുണ്ടെങ്കിൽ അവർ കൃത്യമായി വിവരങ്ങൾ നൽകി മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണം. അല്ലാത്ത പക്ഷം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ, ഏതെങ്കിലും വിധത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ അതിനൊന്നും ഇറാൻ ഉത്തരവാദിയായിരിക്കില്ല എന്നുള്ള ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ നൽകുന്നുണ്ട്. ഇത് തീർച്ചയായും ഈ മേഖലയെ കൂടുതൽ സംഘർഷഭരിതമാക്കുകയാണ്. മാത്രമല്ല, ഈ ഇരു രാജ്യങ്ങളും ഇറാനും അമേരിക്കയും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള 14 കരാറിലെ ഉടമ്പടികളിൽ ഏറ്റവും പ്രധാനം ആദ്യമായി തന്നെ പറഞ്ഞിരുന്നത് ഇറാനും അമേരിക്കയും യുദ്ധം അവസാനിപ്പിക്കുന്നതിനൊപ്പം യുദ്ധമുഖത്തുണ്ടായിരുന്ന മറ്റുള്ള രാജ്യങ്ങളും ആക്രമണം നിർത്തണമെന്നാണ്. പക്ഷേ ഇസ്രായേൽ ആക്രമണം നിർത്തിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ കരാർ ലംഘിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. അപ്പോഴും സുരേഷ്, അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ശ്രദ്ധേയമാണ്. അങ്ങനെ അവിടെ ഗതാഗതം തടസ്സപ്പെട്ടതായുള്ള യാതൊരു സൂചനകളും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണല്ലോ US പറയുന്നത്. തീർച്ചയായും അമേരിക്കയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള പ്രതികരണം വരുന്നു. മാത്രമല്ല, ഇന്ന് കൂടുതൽ ചരക്ക് കപ്പലുകൾ കടത്തിവിട്ടു എന്നൊക്കെ അമേരിക്ക അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം ശരിയാണ്, അല്ലെങ്കിൽ ഇതിൽ ഇസ്രായേൽ പറയുന്നതാണോ അമേരിക്ക പറയുന്നതാണോ ശരി എന്ന് നമുക്ക് ഒരു വ്യക്തതയുമല്ല. പക്ഷെ ഇപ്പോൾ അതിലൂടെ ചരക്ക് കപ്പലുകളൊന്നും കടത്തി വിടുന്നില്ല എന്നുള്ളതാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ സംഭവിച്ച മറ്റൊരു കാര്യം, പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ടെഹ്റാനിൽ എത്തിയിട്ടുണ്ട്. നാളെ 21-ാം തീയതി സ്വിറ്റ്സർലൻഡിൽ വെച്ച് ചർച്ചയുണ്ടാകുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ആ ചർച്ച ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ അനിശ്ചിതത്വത്തിലാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള ആക്രമണം ലെബനോണിൽ ഇന്നും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ബെഞ്ചമിൻ നെതന്യാഹു അന്ന് പറഞ്ഞത്, ഞാനാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി. അദ്ദേഹം അല്ലെങ്കിൽ ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയതുപോലെ തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഞാനാണ്. അതോടൊപ്പം തന്നെ ഇസ്രായേൽ സേന ലെബനോണിൽ തുടരുമെന്നും പറയുന്നുണ്ട് ബെഞ്ചമിൻ നെതന്യാഹു. അതുകൊണ്ട് തന്നെ ബെഞ്ചമിൻ നെതന്യാഹു അല്ലെങ്കിൽ ഇസ്രായേലിന്റെ യുദ്ധത്തെ അനുകൂലിക്കുന്നവർ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതാണ് സംഘർഷം അല്ലെങ്കിൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുന്നത്. ശരി, സുരേഷ് വെള്ളിമുറ്റമാണ് വിവരങ്ങൾ നൽകിയത്. ഹോർമുസ് വീണ്ടും അടച്ചു എന്നാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ. പക്ഷേ അങ്ങനെ അടച്ചതിനുള്ള യാതൊരു തെളിവും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നതാണ് അമേരിക്കയുടെ പക്ഷം. ലെബനോനിലെ ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് ഇങ്ങനൊരു നടപടിയിലേക്ക് ഇറാൻ കടന്നിരിക്കുന്നത്.